കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും വിത്ത് ദ ടൈം എന്നുള്ള ചാപ്റ്ററിന്റെ അകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളെ ക്രിസ്മസ് എക്സാമിലേക്കൊക്കെ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കലണ്ടർ മാത്ത് അല്ലെ. അപ്പൊ കലണ്ടർ കണക്ക് എന്റെ കുട്ടികൾ 4ാം ക്ലാസ്സിൽ മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ അകത്തുള്ള പ്രോബ്ലംസ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന പ്രോബ്ലം ആണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ മക്കൾ എന്ത് ചെയ്യാം, മിസ്സിന്റെ കൂടെ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കൾ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു വർഷത്തെ കലണ്ടറിൽ ഒക്ടോബർ മാസത്തിൽ 5 ബുധനാഴ്ചകൾ ഉണ്ടായിരുന്നു, എന്നാൽ വ്യാഴാഴ്ചകൾ 4 ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഈ മാസം 1-ാം തീയതി ഏത് ആഴ്ചയാണെന്ന് പറയാമോ? ഇത് കുറച്ച് വായിക്കുന്ന സമയത്ത് ഒന്ന് കൺഫ്യൂഷൻ ആവുന്ന ക്വസ്റ്റ്യൻ തന്നെയാ. അപ്പൊ നമ്മളോട് പറഞ്ഞതിനകത്ത് ആദ്യം ഒക്ടോബർ മാസം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചിന്തിക്കും? ഒക്ടോബർ മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട് എന്ന് ചിന്തിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ എണ്ണി നോക്കും, ഓരോ മാസത്തിന്റെയും എണ്ണ അറിയാം അല്ലെ. 31, 30 എന്നുള്ള രീതിയിൽ എണ്ണി നോക്കും. അപ്പൊ അങ്ങനെ ഒക്ടോബർ മാസത്തിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് 31 ഡേയ്സ് ഉണ്ട് അല്ലെ. 31 ദിവസങ്ങളുണ്ട്. ആ 31 ദിവസങ്ങളില് 5 ബുധനാഴ്ചകൾ ഉണ്ടെന്ന് പറഞ്ഞാല് ഏറ്റവും ലാസ്റ്റ് നമുക്ക് അധിക മാസങ്ങൾ എടുക്കുമ്പോഴും 4 വീക്കുകളൊക്കെ വരും. 4 ആയിട്ടുള്ള വീക്കുകൾ. അപ്പൊ ബുധനാഴ്ച 4 വീക്കൊക്കെ സാധാരണ ഉണ്ടാവുള്ളൂ. പക്ഷെ 31 ദിവസം ഉണ്ട്, അതിൽ 5 ബുധനാഴ്ചയും ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യണം എന്ത്? 31-ാം തീയതി എന്ന് പറഞ്ഞാല് ഒരു ബുധനാഴ്ച ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് ദിവസവും ഒരു ബുധനാഴ്ച ആയിരിക്കും. അപ്പൊ നിങ്ങള് ഒരു ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സാധാ പോലെ തന്നെ ഇവിടെ നമ്മളെ ബോർഡിൽ കാണുന്ന പോലെ ഒരു കുഞ്ഞി കലണ്ടർ നിങ്ങൾ മനസ്സിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ ഒന്ന് വരയ്ക്കുക. അപ്പൊ അതിൽ ഏറ്റവും ലാസ്റ്റിൽ വെനസ്ഡേ എത്ര ആഴ്ചകളുണ്ട്? 5 എണ്ണം. അതേപോലെ പറഞ്ഞൊരു കാര്യമാണ് വ്യാഴാഴ്ച അല്ലെ. ഇത് നമ്മളുടെ ട്യൂസ്ഡേ അല്ല തേഴ്സ്ഡേ എത്ര ഉണ്ടടാ? 4 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒക്ടോബർ മാസത്തിലെ 31-ാം തീയതി വരെ ഉണ്ടെങ്കിൽ ആ 31-ാം തീയതി എവിടെയായിരിക്കും ഉണ്ടാവുക? ലാസ്റ്റ് വെനസ്ഡേ ആയിരിക്കും. പിന്നെ ഒരു കാര്യം, നമ്മളോട് ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ: ഒക്ടോബർ മാസത്തിലെ 1-ാം തീയതി അല്ലെ, ആ മാസം 1-ാം തീയതി ഏത് ദിവസമായിരിക്കും? എങ്ങനെയായിരിക്കും എന്റെ മക്കളൊക്കെ കണ്ടുപിടിക്കുക? ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, 4th പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഒരാഴ്ചയിൽ നിന്ന് അല്ലെ, ഇപ്പൊ ഈ ഒരു ദിവസം ഇന്നൊരു തിങ്കളാഴ്ച ഒരു 1-ാം തീയതി ആണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ആവാൻ എത്ര ദിവസം കഴിയണം? ഇന്നിപ്പോ ഒരു തിങ്കളാഴ്ചയാണെന്ന് നിങ്ങൾ ചുമ്മാ വിചാരിച്ചു. അപ്പൊ അടുത്ത തിങ്കളാഴ്ചയിലേക്ക് വരണമെങ്കിൽ ഞാൻ എത്ര ദിവസം കൗണ്ട് ചെയ്ത് പോണം? യെസ്, 7 ഡേയ്സ് കൗണ്ട് ചെയ്ത് പോണം അല്ലെ. അപ്പൊ ഒരു ബുധനാഴ്ചയിൽ നിന്ന് അടുത്ത ബുധനാഴ്ച ആവാൻ 7 ദിവസങ്ങൾ കഴിയണ്ടേടാ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ബുധനാഴ്ച അല്ലെ, ഏറ്റവും ലാസ്റ്റ് വെനസ്ഡേ എന്ന് പറഞ്ഞാൽ 31 ആണ് ഡേറ്റ്. അപ്പൊ അതിന് തൊട്ട് മുന്നത്തെ ബുധനാഴ്ച കാണാൻ അല്ലെ, ബുധനാഴ്ചത്തെ ഡേറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, 7/31 നിന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. 31 - 7 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടൂടാ? 24 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന് തൊട്ട് മുന്നത്തെ ബുധനാഴ്ച കിട്ടിട്ടോ. അതിന്റെ തൊട്ട് മുന്നിലുള്ള ബുധനാഴ്ച കിട്ടാൻ ഇനിയും ഞാൻ 7 ദിവസം കുറച്ചാൽ മതി അല്ലെ. അപ്പൊ 7 ദിവസം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടാവും? യെസ്, 24-ൽ നിന്ന് 7 മൈനസ് ചെയ്താല് 17 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ തൊട്ട് പിന്നില് എത്ര വരൂടാ? 10 എന്ന് വരും. 10-ൽ നിന്ന് വീണ്ടും ഒരു 7 ദിവസം കുറച്ചാൽ എത്ര വരൂടാ? 3 എന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. 3. അപ്പൊ ആ 3 ആണ് ആദ്യത്തെ ബുധനാഴ്ച. നിങ്ങൾ നോക്കിക്കേ, ഒരു കലണ്ടറില് ഒരു മാസത്തെ ഡേറ്റുകളാണ് നമ്മൾ എഴുതി വന്നേ. അതിൽ ആദ്യത്തെ ബുധനാഴ്ച 3-ാം തീയതിയാ. പക്ഷെ നമ്മളോട് ചോദിച്ചത് 1-ാം തീയതി ഏത് ദിവസമാണെന്നാ. എടാ, 3-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ 2-ാം തീയതി എപ്പോഴായിരിക്കും? ചൊവ്വാഴ്ച. 1-ാം തീയതി എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? യെസ്, തിങ്കളാഴ്ച ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് കണ്ടുപിടിക്കാൻ. പക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ 31-ാം തീയതി എന്ന് പറഞ്ഞാല് ഏറ്റവും ലാസ്റ്റ് ബുധനാഴ്ച ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കൗണ്ട് ചെയ്ത് 7 കുറച്ച് കൊണ്ടുവന്നിട്ട് വേണം ആ മാസത്തെ 1-ാം തീയതി ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാൻ. സോ നമ്മുടെ ആൻസർ എന്താണ് വരിക? മൺഡേ ആണ് കേട്ടോ. മൺഡേ തിങ്കളാഴ്ചയാണ് ഇവിടെയുള്ള ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. അപ്പൊ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കലണ്ടർ മാത്ത്. അപ്പൊ എന്റെ മക്കളെ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. അപ്പം ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ ആയിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.